പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ചൊവ്വാഴ്ച ദിനത്തിലെ വിശുദ്ധ അന്തോണിസിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഗലാത്യ ലേഖനം 5:24 എന്നെ ഒരുപാട് സ്വാധീനിച്ചുള്ളൊരു വചനമാണ്. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. എന്താണ് യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ എന്ന്? ജഡം എന്ന് പറയുന്നത് എന്താണ് സഹോദരങ്ങളെ? അതായത് ദൈവത്തെ അറിയാത്തതിനെ പറയുന്ന പേരാണ് ജഡം. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാത്തവരെ പോലെ ജീവിക്കുന്ന ചില അനുഭവങ്ങളിൽ, ചില സുഖത്തിൻ്റെ പുറകിലെ, സ്ഥാനമാനങ്ങളുടെ പുറകിലെ, അതാണ് ജഡിക മനുഷ്യൻ എന്ന് പറയും. ദൈവത്തെ അറിയാത്ത, ദൈവത്തെ അനുഭവിക്കാത്ത മനുഷ്യനെ പറയുന്ന, അല്ലെങ്കിൽ വസ്തുവിനെ പറയുന്ന, വ്യക്തിയെ പറയുന്ന പേരാണ് ജഡിക മനുഷ്യൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ജഡത്തിലേക്കുള്ള ഒരു ആകർഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്ക് അതിനകത്ത് ജീവിക്കാനായിട്ട് പ്രത്യേകിച്ച് വിശുദ്ധരുടെയൊക്കെ മാതൃക നമുക്കുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി പ്രലോഭനങ്ങൾ വിശുദ്ധർക്കുണ്ടായിരുന്നു. ഇന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അന്തോണീസ് മുനികളാ, ഈ ഒരു കാലഘട്ടത്തിലെ ജഡം ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ അതിനകത്ത് ജീവിക്കാൻ വേണ്ട ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ആ ഒരു ജഡത്തിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.